ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 11 അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ മോശെ, എന്നോടുകൂടിയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. 1 മാസം മുഴുവൻ തിന്മാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാകുവണ്ണം ആടുകളെയും അവർക്ക് വേണ്ടി അറക്കുമോ? അവർക്ക് മതിയാകുവണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കൂട്ടുമോ എന്ന് ചോദിച്ചു. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായിപ്പോയോ? എൻ്റെ വചനം നിർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. ജനത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിൻ്റെ ചുറ്റിലും നിർത്തി. എന്നാൽ യഹോവ ഒരു മേഘത്തിൽ ഇറങ്ങി അവനോട് അരുളി ചെയ്തു. അവന്മേലുള്ള ആത്മാവിൽ കുറേയെടുത്ത് മൂപ്പന്മാരായ 70 പുരുഷന്മാർ കൊടുത്തു. ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. പിന്നെ അങ്ങനെ ചെയ്തില്ല താനും. എന്നാൽ ആ പുരുഷന്മാരിൽ 2 പേർ പാളയത്തിൽ തന്നെ താമസിച്ചിരുന്നു. ഒരുത്തന് എൽദാദ് എന്നും മറ്റവന് മേദാദ് എന്നും പേർ. ആത്മാവ് അവരുടെ മേലും ആവസിച്ചു. അവരും പേരെഴുതിയവരിലുള്ളവരായിരുന്നു, എങ്കിലും കൂടാരത്തിലേക്ക് ചെന്നിരുന്നില്ല. അവർ പാളയത്തിൽ വെച്ച് പ്രവചിച്ചു. അപ്പോൾ ബാല്യക്കാരൻ മോശയുടെ അടുക്കൽ ഓടിച്ചെന്ന് എൽദാദും മേദാനും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നു എന്നറിയിച്ചു. എന്നാൽ നൂൻ്റെ മകനായ ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്ന യോശുവ, എൻ്റെ യജമാനായ മോശയെ, അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. മോശെ അവനോട്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നുവോ? യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മോശയും ഇസ്രായേൽ മൂപ്പന്മാരും പാളയത്തിൽ വന്നു ചേർന്നു. അനന്തരം യഹോവ ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിൻ്റെ സമീപത്ത് 1 ദിവസത്തെ വഴി ഇങ്ങോട്ടും 1 ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കി. ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനും കാടയെ പിടിച്ചു കൂട്ടി. നന്നാ കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചു കൂട്ടി. അവർ അവയെ പാളയത്തിൻ്റെ ചുറ്റിലും ചിക്കി. എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിലിരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്നു പേരായി. കിബ്രോത്ത് ഹത്താവ വിട്ട് ജനം ഹസേരോത്തിലേക്ക് പുറപ്പെട്ടു ചെന്ന് ഹസേരോത്തിൽ പാർത്തു. മിസ്രയീമിൽ നിന്നും യാത്ര പുറപ്പെട്ടു വന്ന ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്നും കൽപ്പനകൾ പ്രാപിച്ചു. സമാഗമന കൂടാരം പണിതു. 1 വർഷത്തിന് ശേഷം അവർ മരുഭൂമിയിലായിരിക്കുന്നു. ഈ സമയത്ത് അവർ മോശയ്ക്കും ദൈവത്തിനും എതിരായി പിറുപിറുത്തു. എന്നുവെച്ചാൽ അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന മന്ന പോരാ, അവർക്ക് ഇറച്ചി വേണം എന്നാണ് അവരുടെ പരാതി. ജനമെല്ലാം ഓരോരുത്തൻ തൻ്റെ കൂടാരത്തിൽ വെച്ച് പിറുപിറുത്തത് മോശ കേട്ടു. അത് മോശയ്ക്ക് അനിഷ്ടമായി. ഈ സമയത്ത് മോശ ദൈവത്തോട് പരാതി പറയുകയാണ്. എന്നാൽ ദൈവം ഇവിടെ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, മോശയ്ക്ക് ഈ ജനത്തിൻ്റെ മുഴുവൻ ഭാരം വഹിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വേറെ 70 പേരെ തിരഞ്ഞെടുക്കുവാൻ മോശയോട് പറഞ്ഞു. മോശ തിരഞ്ഞെടുത്ത 70 പേർക്ക് ദൈവം തൻ്റെ ആത്മാവിനെ നൽകുകയായിരുന്നു. മോശയാണ് അവരെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് മോശയ്ക്ക് അവരെക്കുറിച്ച് പരാതി പറയാൻ കഴിയുകയില്ല. അതിനുശേഷം ദൈവം മോശയോട് പറഞ്ഞത്, ഞാൻ ഈ ജനത്തിന് ഇറച്ചി നൽകാൻ പോവുകയാണ്. അത് 1-2 ദിവസത്തേക്കല്ല, 1 മാസം മുഴുവൻ എല്ലാ ദിവസവും ഞാൻ ഈ 6 ലക്ഷം കാലാളിനും അവരുടെ കുടുംബത്തിനും മാംസം ഭക്ഷിക്കാൻ കൊടുക്കും എന്നരുളി ചെയ്തു. ഇത് കേട്ടപ്പോൾ മോശ പോലും അതിശയിച്ചുപോയി. മോശ പറഞ്ഞത്, അവർക്ക് മതിയാകും വണ്ണം ആടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാകും വണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കൂട്ടുമോ? ദൈവം വളരെ ലളിതമായി മോശയോടൊരു ചോദ്യം ചോദിക്കുന്നു. യഹോവയുടെ കൈ കുറുതായിപ്പോയോ? എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു.
ദൈവം പറഞ്ഞ കാര്യങ്ങൾ എല്ലാം താൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദൈവം മോശയോട് പറഞ്ഞ കാര്യം മോശയ്ക്ക് അവിശ്വസനീയമായി തോന്നി. അത് മോശ വിശ്വസിച്ചില്ല. അപ്പോൾ മോശയോട് ദൈവം വളരെ സൗമ്യമായി പറയുകയാണ്, നീ എന്താ വിചാരിച്ചത്? എൻ്റെ കൈ കുറുതായി പോയോ? മോശ ഈ കാര്യം ജനത്തോട് പറഞ്ഞു. ജനത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പേരെ കൂടാരത്തിൻ്റെ ചുറ്റും കൊണ്ടുവന്നു. ദൈവം മേഘത്തിൽ അവിടെ ഇറങ്ങി മോശമേൽ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ ആത്മാവിൽ കുറേ എടുത്ത് ആ 70 പേരുടെ മേൽ ആക്കി. അങ്ങനെ ചെയ്തപ്പോൾ അത് ബാഹ്യമായ ഒന്നും കാണാനില്ലായിരുന്നു. അതുകൊണ്ടാണ് നാം അവിടെ വായിക്കുന്നത്, അവർ പ്രവചിച്ചു. അവർ പ്രവചിച്ച് പറഞ്ഞത് എന്താണ് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. അന്ന് കൂടിയിരുന്ന ജനത്തിനെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഇവരുടെ മേൽ വന്നു എന്ന കാര്യം പ്രകടമായി. എന്നാൽ ഈ 70 പേരിൽ 2 പേർ പാളയത്തിൽ തന്നെ ഇരുന്നു. അവർ മോശ വിളിച്ചിടത്തേക്ക് വന്നില്ല. അതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കിട്ടാതിരുന്നില്ല. അവർ എൽദാദും മേദാദും പാളയത്തിൽ വെച്ച് പ്രവചിച്ചു. ഇത് കേട്ടപ്പോൾ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന ചിലർക്കൊക്കെ അനിഷ്ടം തോന്നി. ഒരു ബാല്യക്കാരൻ്റെ കാര്യം നാം വായിക്കുന്നുണ്ട്. പിന്നെ നൂൻ്റെ മകനായ ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായ യോശുവയുടെ കാര്യം വായിക്കുന്നുണ്ട്. അവർ രണ്ടും ഈ 2 പേർ വന്നില്ലല്ലോ, അവരെ വിരോധിക്കണമെന്നൊക്കെ പറഞ്ഞു. മോശ അവരോട് പറയുന്നത്, എന്നെ വിചാരിച്ച് നീ അസൂയപ്പെടുന്നു? അവർ ഞാൻ വിളിച്ചെടുത്ത് വന്നില്ല എന്ന് വിചാരിച്ച് എനിക്ക് വിഷമം തോന്നുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? എന്നിട്ട് മോശ പറഞ്ഞ കാര്യമൊന്ന് ശ്രദ്ധിക്കുക. യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരാകുകയും യഹോവ തൻ്റെ ആത്മാവിനെ അവരുടെ മേൽ പകരുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇവർ പ്രവചിച്ച് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഇവർ ഈ പ്രവചിച്ച സമയത്ത് പെറുപിറുത്തില്ല. അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ മോശ പറഞ്ഞത്, ഈ ജനം മുഴുവൻ എനിക്കെതിരെ ദൈവത്തിനെതിരെ പെറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇവരുടെ മേൽ വന്നാൽ ഇവരുടെ പെറുപിറുപ്പ് മാറും, ഇവർ പ്രവചിക്കും. അങ്ങനെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നാം എഫേസ് ലേഖനത്തിൽ ആത്മാവ് നിറഞ്ഞിരിക്കുന്നവരെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അവർ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും എന്നും വായിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ആളുകളുടെ ലക്ഷണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു വ്യക്തി ഒരിക്കലും പിറുപിറുക്കിയില്ല, പരാതി പറയുകയില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ല ആ വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാകാം. അപ്പോൾ മോശ പറയുന്നത്, എല്ലാ ജനങ്ങളും ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. മോശയും ഇസ്രായേൽ മൂപ്പന്മാരും പാളയത്തിൽ വന്നു. അപ്പോഴാണ് ദൈവം ഒരു അതിശയം ചെയ്തത്. അപ്പം മോശയ്ക്ക് നേതൃത്വപരമായ ശുശ്രൂഷയിൽ ആളുകളുടെ ആവശ്യമുണ്ടായിരുന്നു. ദൈവം അത് നടപ്പാക്കി കൊടുത്തു. അതിനുശേഷം ജനം ചോദിച്ച കാര്യം കൊടുക്കുകയാണ്. എന്താണ്? കാറ്റടിച്ചു, കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. മോശയ്ക്ക് ആടിനെക്കുറിച്ചും മാടിനെക്കുറിച്ചും മീനിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ. ദൈവം അതിനൊക്കെ അപ്പുറമായി ഇതിനേക്കാളൊക്കെ നല്ല ഇറച്ചി, മീറ്റ്, കാടയുടേതാണ്, അതാണ് കൊടുത്തത്. ഇപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഏറ്റവും കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചു കൂട്ടിയെന്നാണ്. അത്രയധികം കാടയുണ്ടായിരുന്നു. 31-ാം വാക്യത്തിൽ ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും അങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും ഏകദേശം 2 മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കി. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മീറ്റർ പൊക്കത്തിൽ കാടപ്പക്ഷി പറന്ന് നിൽക്കുകയാണ്. ഈ പാളയത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ഒരു ദിവസം വടക്കോട്ട് നടക്കാം, ഒരു ദിവസം തെക്കോട്ട് നടക്കാം, പടിഞ്ഞാട്ട് നടക്കാം, കിഴക്കോട്ട് നടക്കാം. എങ്ങോട്ട് നടന്നാലും അവിടെയൊക്കെ കാടപ്പക്ഷി ഈ ഉയരത്തിൽ പറന്ന് നിൽക്കുകയാണ്. എന്തുമാത്രം കാടപ്പക്ഷികളുണ്ടായിരുന്നു എന്ന് ഓർക്കുക. ജനം അത് സന്തോഷത്തോടെ എടുത്തു, ഭക്ഷിച്ചു. വളരെയധികം അവർ പറിച്ചു കൂട്ടി. ഇനി ഇത് മുഴുവൻ തിന്നാൻ പറ്റുകയില്ലെന്ന് മനസ്സിലായപ്പോൾ അവരത് ഉണങ്ങാനിട്ടു. ഏതാണ്ട് ഒരു വ്യക്തിക്കാണ്ട് 200 ലിറ്റർ കാടപ്പക്ഷിയെ കിട്ടിയെന്നാണ് ഇതിനെക്കുറിച്ച് കണക്ക് കൂട്ടിയവർ പറയുന്നത്. ഇത്രയധികം ഇറച്ചി ആർക്കും ആവശ്യമില്ല. അത്രയധികം ഇറച്ചി ദൈവം കൊടുത്തു. നമ്മളിപ്പോൾ ഒരു കാര്യം ഓർക്കണം. ദൈവം ഇവർക്ക് കാടപ്പക്ഷിയെ കൊടുക്കാഞ്ഞത് ദൈവത്തിന് സാധിക്കാഞ്ഞിട്ടല്ല, മറിച്ച് അതവർക്ക് നല്ലതിനല്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കുകയും പിറുപിറുക്കുകയും എനിക്ക് അതില്ല അത് വേണമെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് തരാതിരിക്കുന്നത് ദൈവത്തിന് നമുക്ക് തരാൻ കഴിയാഞ്ഞിട്ടോ തൻ്റെ കൈ കുറുകായി പോയിട്ടോ അല്ല, മറിച്ച് അത് നമുക്ക് നല്ലതല്ല എന്ന് ദൈവം അറിഞ്ഞിട്ടാണ്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് കണ്ടോ? ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ തന്നെ ചവച്ചിറക്കും മുമ്പേ,
തന്നെ യഹോവയുടെ കോപം ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു. അവിടെ ഒരു ബാധയുണ്ടായി. ഒരു പക്ഷേ ഇവർക്ക് ഇത്തരം ഭക്ഷണം വയറ്റിൽ പിടിക്കില്ലായിരിക്കും. അങ്ങനെ ദുരാഗ്രഹികളായ ആളുകളെ കുഴിച്ചിട്ട സ്ഥലമാണ് കിബ്രോത്ത് ഹത്താവ. നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ദുരാഗ്രഹമുണ്ടോ? ചില കാര്യങ്ങൾ നമുക്ക് വേണ്ട എന്ന് ദൈവം പറഞ്ഞെങ്കിലും നമ്മൾ സമ്മതിക്കില്ല. അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് തന്നേ തീരൂ എന്ന് ദൈവത്തോട് വാശി പിടിക്കുന്നു. ദൈവം തൻ്റെ മുന്നറിവിൽ, തൻ്റെ സർവ്വജ്ഞാനത്തിൽ അത് നമുക്ക് നല്ലതല്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതാണ്. എന്നാലും അത് കിട്ടിയേ തീരൂ എന്ന് വാശി പിടിച്ച് അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഇവിടെ സംഭവിച്ചു തന്നെ സംഭവിക്കും. നമുക്കത് കിട്ടും, പക്ഷേ അത് നമുക്ക് അനുഗ്രഹത്തിനായിരിക്കില്ല. അത് നമ്മുടെ വായിലിരിക്കുമ്പോൾ തന്നെ ബാധയുണ്ടാകുകയും അനേക ആളുകൾ മരിക്കുവാനും ഇടയായി. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് മതിയെന്ന് വയ്ക്കാനും അതിൽ തൃപ്തരായിരിക്കുവാനും നമുക്ക് കഴിയണം. ദൈവം നമുക്ക് ഏറ്റവും നല്ലതേ തരൂ എന്ന് നാം വിശ്വസിക്കണം. കാരണം ദൈവത്തിൻ്റെ കഴിവിനേക്കാൾ, ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ എല്ലാം ഉപരി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമുക്ക് ഏറ്റവും നല്ലതേ ചെയ്യൂ, ഏറ്റവും നല്ലതേ നൽകൂ. അത് മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.